എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. അതെൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പാർ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന അതേ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അധികം പണികളൊന്നുമില്ല, വളരെ അധികം വഴട്ടോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതിന് മുൻപ് ഇട്ട സാമ്പാർ ഒരുപാട് പേര് കണ്ടു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനേക്കാട്ടിലും അടിപൊളി സാമ്പാറാണ് ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഒരു പച്ചക്കായ, വഴുതനങ്ങ, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ പടവലങ്ങ, അതുപോലെ കുമ്പളങ്ങ, പിന്നെ വെള്ളരിക്ക, അതുപോലെ തന്നെ പീച്ചിങ്ങ, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചെറിയ ഉള്ളി ഒരു പിടി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു പുളിയുള്ള 3 തക്കാളി, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്ക, പിന്നെ 2 മുരിങ്ങയ്ക്ക. ഇത്രയാണ് നമ്മൾ ഈ ഒരു സാമ്പാറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങളുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാറിന് അരിയുമ്പോൾ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോഴല്ല കുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ, മുരിങ്ങയ്ക്ക നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ തക്കാളിയും കൂടി അങ്ങ് അരിഞ്ഞിട്ടാണ് വേവിക്കുന്നത്. തക്കാളി നന്നായിട്ട് തന്നെ ഈ ഒരു സാമ്പാറിൽ ചേർക്കും. അപ്പം പുളിയുടെ ആവശ്യം അതുകൊണ്ട് വരുന്നില്ല, നല്ല പുളിയുള്ള തക്കാളിയാണ്. ഇനി തക്കാളിക്ക് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി പിഴിഞ്ഞിട്ടും ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി കൂടുതൽ എടുക്കുമ്പോൾ ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ചെറിയ ഉള്ളി. അത് ചെറിയ ഉള്ളി തന്നെ ചേർക്കുമ്പോഴാണ് ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇനി ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ട തുമര എടുത്തിട്ടുണ്ട്. തുമര 1 കപ്പ് തുവരയാണ്. ഇതുപോലെ തിന്നായിട്ടുള്ള മഞ്ഞ കളറിലുള്ള തുവരയാണ്. അപ്പോൾ ഈ തുവര നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, നമ്മൾ ആ സാമ്പാർ കഷ്ണങ്ങളിലിട്ട അതേ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയും ആ ഒരു പച്ചമുളകും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സാധാരണ നമ്മൾ ഇതെല്ലാം കൂടി കുക്കറിലിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു സാമ്പാറിൽ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തുവരയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറികൾ ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് തിളച്ച് വരുന്നതിന് മുൻപായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു തുവര തിളച്ച് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തുവര ഇതിലേക്ക് കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വെറും 1 വിസിൽ മാത്രം മതി. 1 വിസിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വെന്ത് അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ 1 വിസിൽ മാത്രം മതി ഇത് വേവാനായിട്ട്. ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഷറൊക്കെ പോയിട്ട് വേണം അത് തുറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പൊടികളൊന്നും വഴട്ടിയോ അങ്ങനെ ഒന്നുമല്ല ചേർക്കുന്നത്, പൊടികൾ പച്ചക്കാണ് ചേർക്കുന്നത്. അതാണ് ഈ ഒരു സാമ്പാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടികൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുക.
അപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളർ ഉണ്ടാകും, പക്ഷേ എരിവ് കുറവായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് പൊടികൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ചധികം കായപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സായി വരും. ഇനി നിങ്ങൾക്ക് കട്ട കെട്ടുമെന്ന് പേടിയുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളത്തിലോ കുറച്ച് വെള്ളത്തിലോ നിങ്ങൾക്കിത് കലക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളത്തിലാണെങ്കിൽ ഈ ഒരു സാമ്പാർ നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി ഇല്ലാന്നുണ്ടെങ്കിൽ പുളിവെള്ളം പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് പുളിയുള്ള തക്കാളിയായിരുന്നു. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചാണ് ആ ഒരു മുരിങ്ങയ്ക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനെടുത്ത വെണ്ടയ്ക്ക നന്നായിട്ട് മുറ്റിയ വെണ്ടയ്ക്കായിരുന്നു. അപ്പോൾ അത് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, മുരിങ്ങയ്ക്ക മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ വെണ്ടയ്ക്ക കൂടി വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സാമ്പാർ അധിക പണികളൊന്നുമില്ല, വളരെ സിമ്പിളാണ്, തയ്യാറാക്കി എടുക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്